ആലപ്പുഴ അരൂക്കുറ്റിയിൽ സംഘർഷത്തിനിടെ വീട്ടമ്മ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടു. പുളിന്താന സ്വദേശിനി വനജയാണ് മരിച്ചത്. ഇവരുടെ ഭർത്താവിനും മകനും പരിക്കുണ്ട്. അയൽവാസികളായ വിജേഷ്, ജയേഷ് എന്നിവർ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് വനജയെ കൊലപ്പെടുത്തിയതെന്ന് കാട്ടി സഹോദരൻ ബാബു പൂച്ചാക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ജയേഷ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പ്രതികളിൽ ഒരാളായ വിജേഷ് ഇപ്പോഴും ഒളിവിലാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ആലപ്പുഴ അരൂക്കുറ്റിയിൽ ഉണ്ടായത്. ഈ എന്തെങ്കിലും രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ഈ പ്രശ്നത്തെ തുടർന്ന് അല്ലെങ്കിൽ അയൽക്കാർ തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്നുണ്ടായ സംഘർഷമാണോ ഈ കൊലപാതകത്തിന് കാരണമായത്? ടോമെ, ഇന്നലെ രാത്രി 10:30യോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ അരൂക്കുറ്റിയിലെ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടാവുകയും അവിടെ ഉണ്ടായിരുന്ന വനജ എന്ന സ്ത്രീക്ക് തലയ്ക്ക് അടിയേൽക്കുകയും ചെയ്തത്. തുടർന്ന് അവർക്ക് പരിക്ക് പറ്റി പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവർ മരണപ്പെടുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ അയൽവാസികൾ കൂടിയ അജേഷ്, വിജീഷ് എന്നീ ആളുകൾക്കായി പോലീസ് തിരച്ചിൽ നടത്തുന്നത്. ഇതിൽ ഇവർ രണ്ടുപേരും ഒളിവിലായിരുന്നു. പിന്നീട് അജീഷ് പോലീസിൽ അല്പസമയം മുമ്പ് എത്തി കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾ ഒളിവിലാണ്. ഇവരെ രണ്ട് വീടുകളും അയൽപ്പക്കമാണ്. നിരന്തരം ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചത് ഇവരുടെ മകൻ ശരത്തുമായി ബന്ധപ്പെട്ട് ഈ അജേഷിന്റെയും വിജേഷിന്റെയും അമ്മയെ എന്തോ കളിയാക്കി എന്നുള്ള ഒരു പ്രകോപനമാണ്. പിന്നീട് തുടർ ചോദ്യം ചെയ്യലിലേക്ക് വരികയും അജേഷും വിജേഷും കൂടി ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും ഈ അക്രമ സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഈ വനജയുടെ ഭർത്താവ് ശരവണ്ണും ഒപ്പം തന്നെ മകൻ ശരത്തിനും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള സംഘട്ടനത്തിനിടയിൽ വനജയുടെ തലയ്ക്ക് പിന്നിൽ അടിയേറ്റു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. തുടർന്ന് അവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെയോടുകൂടി മരണപ്പെടുകയായിരുന്നു. ചുറ്റിക കൊണ്ട് തലയ്ക്ക് പിന്നിലേറ്റ അടിയാണ് മരണകാരണം എന്ന് ചൂണ്ടിക്കാട്ടി സഹോദരൻ ബാബു നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ പൂച്ചാക്കൽ പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിനകത്ത് ഈ സംഘർഷത്തിനിടയിലാണ് മർദ്ദനമേറ്റ് ഇവർ മരണപ്പെട്ടത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കി വിശദാംശങ്ങളൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പറയാനാകൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കീഴടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനു മുൻപ് കഴിഞ്ഞ ഒക്ടോബറിൽ ഈ കുടുംബങ്ങൾ തമ്മിൽ ഇതുപോലെ തന്നെ തർക്കമുണ്ടാവുകയും ആ ഘട്ടത്തിൽ പൂച്ചാക്കൽ പോലീസ് രണ്ട് കുടുംബങ്ങളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു മരണത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ശരണ്യ, ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളാണോ ഈ പ്രതികൾ? അങ്ങനെ ഇതിനു മുൻപ് ഈ വീട്ടുകാരുമായി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റു നാട്ടിൽ ഇതുപോലെ സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നവരാണോ പ്രതികൾ? വീട്ടുകാരും തമ്മിൽ നിരന്തര പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഇവര് പറയുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ അസഭ്യം പറഞ്ഞു, വീട്ടിൽ ഒളിഞ്ഞു നോക്കി എന്നൊക്കെ ആ രീതിയിലുള്ള വിഷയങ്ങളാണ് ഇവർ തുടങ്ങുന്നത്. പിന്നീട് അത് പരസ്പരമുള്ള സംഘടനകളിലേക്കൊക്കെ പലതവണ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെയും അത്തരമൊരു പ്രകോപനം ഈ ശരത്തിന്റെ ഭാഗത്തു നിന്ന് അവരുടെ ഈ പ്രതികളുടെ അമ്മയുമായി ബന്ധപ്പെട്ട് ചില സംഭാഷണങ്ങൾ ഉണ്ടായതാണ് പ്രകോപനത്തിന് കാരണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ പൂച്ചാക്കൽ പോലീസ് ഇതിനു മുമ്പും ഇവർ രണ്ടു കൂട്ടരെയും വിളിച്ചിരുത്തി സംസാരിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. അന്നും ഇത് പരിഹരിക്കപ്പെടാതെ പോയതുകൊണ്ട് തന്നെ നിയമപരമായ നടപടികൾക്ക് കടക്കുകയും രണ്ട് വീട്ടുകാരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇവര് പരസ്പരം കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനപരമായി സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ നിരന്തരം ഇരു വീട്ടുകാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇന്നലെ അത്തരത്തിലൊരു ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഇവരുടെ ശരവന്റെ വീട്ടിലെത്തി ആ സംഘർഷം ഉണ്ടാവുകയും തുടർന്ന് അതിനിടയിലാണ് ഈ സ്ത്രീപ്പെട്ട് അവർക്ക് മർദ്ദനമേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് കേട്ടോ. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലാണ് രണ്ട് അയൽക്കാർ തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്ന് വീട്ടമ്മ കൊല്ലപ്പെട്ടത്.